ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. കർത്താവ് വൃക്ഷത്തെയും ഫലത്തെയും തിരിച്ചറിയുവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, നല്ല വൃക്ഷത്തിന് നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കാനാകും, ചീത്ത വൃക്ഷത്തിന് ചീത്ത ഫലവും. അടിസ്ഥാനപരമായിട്ട് നീ തിന്മയുടെ പുത്രനാണെങ്കിൽ നിന്നിൽ നിന്ന് നന്മ പുറപ്പെടില്ല. നീ നന്മയുടെ പുത്രനാണെങ്കിൽ നിന്റെ അധരത്തിൽ നിന്ന് തിന്മയും പുറപ്പെടില്ല. അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഈശോ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ പാഴ്വാക്കുകൾ, നിന്റെ വായിൽ നിന്ന് വരുന്ന അനാവശ്യ പ്രയോഗങ്ങൾ സ്വർഗരാജ്യ പ്രവേശത്തിനുള്ള നിന്റെ അർഹത തല്ലിക്കെടുത്തുന്നതാകരുത്. ഒരു ക്രിസ്ത്യാനിയുടെ അധരത്തിൽ നിന്ന് പുറത്തു വരാൻ നന്മയുള്ള വാക്കുകൾക്ക് സാധ്യതയുള്ളൂ. ചീത്ത പറയുവാനും ചീത്ത വിചാരിക്കാനും ദൈവനിഷേധത്തിൻ്റെ ഭാഷ സംസാരിക്കാനും ഒരു ക്രിസ്ത്യാനിക്ക് ആകരുത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ തരുന്ന ഈ പ്രബോധനം അത് വ്യക്തിപരമായ ഒരു തിരിച്ചറിയലിൻ്റെ പ്രബോധനമാണ്. ഞാനും നിങ്ങളുമൊക്കെ അനുധാവനം ചെയ്യുന്നത് യേശുനാഥനെ ആയതുകൊണ്ട്, അവൻ എൻ്റെയും നിങ്ങളുടെയും രക്ഷകനും നാഥനും ദൈവവുമായതുകൊണ്ട്, ഒരിക്കലും സത്യത്തിന് നിരക്കാത്തവയും നീതിക്ക് നിരക്കാത്തവയും മാന്യതയ്ക്ക് നിരക്കാത്തവയും എൻ്റെ അധരത്തിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. എൻ്റെ സംസാര ഭാഷ പൗലോസ്ലീഹ സൂചിപ്പിക്കുന്നത് പോലെ ഹൃദ്യവും കരുണാമസൃതവുമാകണം. വിശുദ്ധ യോസേപ്പിതാവിനെ പോലെ ഞാൻ മൂലം ആരും കരയാൻ, കണ്ണീര് കുടിക്കാൻ ഇടയാകരുത് എന്ന്, എൻ്റെ ഒരു വാക്കുമൂലം ആരും സങ്കടപ്പെടാനിടയാകരുത് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നതാകട്ടെ. ഇതര മതവിഭാഗക്കാരായിട്ടുള്ള നമ്മുടെ സഹചരുടെ ഇടയിൽ നമ്മെ ക്രിസ്ത്യാനിയായി അവതരിപ്പിക്കുന്നത് നമ്മുടെ പേരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പേരിൻ്റെ തുമ്പത്തുള്ള അപ്പൻ്റെ പേരിൻ്റെ പ്രത്യേകത കൊണ്ടാകരുത്. ഒരു മാത്യുവും ആൻ്റണിയും തോമസും ജോസഫുമൊക്കെ നമ്മുടെ പേരിൻ്റെ മറു കഷണമായി സർനെയിമായിട്ട് വരുന്നത് കൊണ്ട് മാത്രം നാമൊക്കെ ക്രിസ്ത്യാനികളായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ക്രിസ്ത്യാനവും ഇതര മതവിഭാഗക്കാരനും തമ്മിൽ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒരു വ്യത്യാസമില്ല. കാണിക്കാവുന്ന സകല തരികിട പരിപാടികളും കാണിക്കുന്നു. വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുന്നു. തോന്നിയതുപോലെ ജീവിക്കുന്നു. അവൻ്റെ പേരും ക്രിസ്ത്യാനി. ഇത് പാടില്ലെന്നാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന് ഒരു ഡെക്കറം ഉണ്ട്. അതനുസരിച്ച് ജീവിക്കാൻ നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പുണ്യം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഹൃദയപരമാർത്ഥതയോടെ, ആത്മവിശ്വാസത്തോടെ, ബോധ്യത്തോടെ തമ്പുരാനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.